നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി അടുത്തിടെ പുറത്തിറക്കിയ ഒരു വ്യത്യസ്തമായ പ്രോഡക്റ്റാണ് റിയൽമിയുടെ സ്മാർട്ട് ക്യാം 360 ഡിഗ്രി എന്ന CCTV ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ ഒക്കെ ഉള്ള റൂമിനകത്ത് ഈ ഒരു ക്യാമറ വെച്ചുകൊണ്ട് അവിടെ ഒരു സർവൈലൻസ് സിസ്റ്റം പോലെ അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംവിധാനം പോലെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിക്കാൻ സാധിക്കും. എനിവേ നമുക്ക് റിയൽമി സ്മാർട്ട് ക്യാം 360 ഡിഗ്രിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ ഇതാണ് റിയൽമിയുടെ സ്മാർട്ട് ക്യാം 360. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 24 മണിക്കൂറും എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ ഇത് വെച്ചിരിക്കുന്ന റൂമിൽ കൃത്യമായ ഒരു സർവൈലൻസ് നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ക്യാമറയിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിനകത്തുള്ളൊരു പ്രത്യേകത 1080pയിലാണ് ഇതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് ഈ ഒരു ക്യാമറയിലൂടെ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നത്. ഒരുപാട് ഇത്തരത്തിലുള്ള CCTV ക്യാമറകൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു വ്യത്യാസമാർന്ന ഒരു ഡിസൈനാണ് ഇത്തവണ റിയൽമി ഈ ഒരു 360 ക്യാമിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. 128 GB വരെയുള്ള മെമ്മറി കാർഡ് ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്രയും ഫയൽ സ്റ്റോറേജ് ഇതിനകത്ത് നടക്കുമെന്ന് ചുരുക്കം. മാത്രമല്ല ഇതിനകത്ത് AI മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അത്തരം AI മോഷൻ ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രിയൊക്കെ ഇത് ഏതെങ്കിലും ഒരു റൂമിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ വെച്ചിരുന്നാൽ ആരെങ്കിലും നടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ക്യാമറ അത് ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ അയക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കള്ളൻ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയെന്നിരിക്കട്ടെ, അപ്പോൾ അയാളുടെ ചലനങ്ങൾ ഈ ഒരു ക്യാമറ ഡിറ്റക്ട് ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ 3 തരത്തിലുള്ള ആക്ഷനുകൾ ഈ ഒരു ക്യാമറ ഡിറ്റക്ട് ചെയ്യും. അതായത് ഒരു മനുഷ്യ ശരീരം ഈ ഒരു ക്യാമറയുടെ AI ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റക്ട് ചെയ്യും. രണ്ടാമത് ശബ്ദങ്ങൾ ഡിറ്റക്ട് ചെയ്യും. അബ്നോർമലായിട്ടുള്ള എന്തെങ്കിലും ഒരു സൗണ്ട് രാത്രി കാലങ്ങളിലോ മറ്റോ ഈ ഒരു ക്യാമറ പുറത്ത് വെച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ഉണ്ടായാൽ പോലും ആ ഒരു സ്പോട്ട് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ അയക്കും. അല്ലാതെയുള്ള എന്തെങ്കിലും ഒരു ചലനങ്ങൾ, എന്തെങ്കിലും മൃഗങ്ങളോ മറ്റോ നടന്നു പോവുകയൊക്കെ ചെയ്താൽ അത്തരമുള്ള ചലനങ്ങൾ അതും ഈ ക്യാമറ ഡിറ്റക്ട് ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ ഇതുമായി പെയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ അയക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇതുമായിട്ട് പെയർ ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിരുന്ന് നമുക്ക് ഈ ഒരു ക്യാമറയെ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാം. ഈ ക്യാമറ വയ്ക്കുന്ന സ്ഥലത്ത് വൈഫൈ കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇതുപോലെ നെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ നമ്മുടെ ഫോണിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ വലിയ പ്രത്യേകത. ഈ ഒരു ക്യാമറയ്ക്ക് 360 ഡിഗ്രിയിലുള്ള പനോരമിക് വിഷനാണ് ഉള്ളത്. അതായത് ഇതിനകത്ത് 2 ടൈപ്പ് മോട്ടറുണ്ട്. 2 രീതിയിൽ അതുകൊണ്ട് തന്നെ ഈ ക്യാമറയ്ക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ മുകളിൽ നിന്ന് താഴേക്കും റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഒരു ക്യാമറയ്ക്ക് സാധിക്കും. മാത്രമല്ല ഈ ഒരു ക്യാമറയിൽ നിന്നുള്ള വിഷൻ എന്ന് പറയുന്നത് 105 ഡിഗ്രി വൈഡായിട്ടുള്ള വിഷനാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ക്യാമറ പൊസിഷൻ ചെയ്ത് വെച്ചാൽ ഒരു വൈഡായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് ഇതിനകത്തൂടെ കാണാൻ സാധിക്കും. അതുപോലെ 940 nm ഇൻഫ്രാറെഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും രാത്രി ഇനി തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ഈ ക്യാമറ കൊണ്ട് വെച്ചിരുന്നാൽ പോലും ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ട് രാത്രികാല ദൃശ്യങ്ങളെ പോലും നല്ല കൃത്യമായി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ രാത്രി കാലത്ത് ഇത്തരത്തിൽ ഇൻഫ്രാറെഡ് വഴി ഈ ഒരു ക്യാമറ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ക്യാമറയുടെ അടുത്തേക്ക് അറിയാതെ എത്തുന്ന ആൾ ഇതിൽ നിന്ന് യാതൊരുവിധ പ്രകാശവും കാണുക പോലുമില്ല. കാരണം ഇത് ഇൻഫ്രാറെഡാണ്. അപ്പോൾ അതിൽ നിന്ന് യാതൊരുവിധ ലൈറ്റും എമിറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ വീട്ടിലേക്കോ മറ്റോ ഒരു രാത്രി കാലത്ത് ഒരു മോഷ്ടാവോ മറ്റോ വന്നാൽ അവരറിയില്ല നമ്മുടെ ക്യാമറ അവിടെ പ്രവർത്തിക്കുന്നു പോലും. കാരണം ഇതിനകത്ത് നിന്ന് യാതൊരുവിധ ലൈറ്റ് റേസും രാത്രിയിൽ പോലും ഇതിൽ നിന്ന് പുറപ്പെടുവിക്കില്ല. പക്ഷേ നമുക്ക് എത്ര ഇരുട്ടാണെങ്കിലും ഈ ഒരു ക്യാമറ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഏകദേശം 10 മീറ്റർ വരെ രാത്രി കാലത്ത് പോലും ഏകദേശം 10 മീറ്റർ വരെയുള്ള വിസിബിലിറ്റി നമുക്ക് ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നുമുണ്ട്. അതുപോലെ ഈ ഒരു ക്യാമറയ്ക്ക് വോയിസ് ടോക്ക് ബാക്ക് ഫീച്ചർ നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് എൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ, ഞാൻ പുറത്തെവിടെങ്കിലും പോയി അപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് എനിക്ക് സംസാരിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാമറയിലൂടെ സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഓഫീസിൽ ഇരിക്കുന്നവരെ ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വഴി കാണാം. പക്ഷേ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നവർക്ക് എന്നെ കാണാൻ സാധിക്കില്ല എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ ഈ ക്യാമറയുമായിട്ട് പെയർ ചെയ്തിരിക്കുന്ന ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നവരെ കണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അത് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് നമുക്ക് അത്തരത്തിൽ ഈ ഒരു ക്യാമറ വഴി കണ്ട് സംസാരിക്കാൻ സാധിക്കും. കാണുന്നത് 1 വേ മാത്രം, പക്ഷേ വോയിസ് 2 വേ ആണ്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. പക്ഷേ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. ക്യാമറയുടെ മുമ്പിലിരിക്കുന്നവർക്ക് ഫോണിൻ്റെ ഭാഗത്തിരിക്കുന്നവരെ കാണാൻ സാധിക്കില്ല എന്ന് ഓർക്കുക.
അതുപോലെ ഈ ഒരു ക്യാമറയ്ക്ക് പ്രൈവസി പ്രൊട്ടക്ഷൻ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിനുള്ളിലെ ബെഡ്റൂമിലൊക്കെയാണ് ഈ ഒരു ക്യാമറ വെക്കുന്നതെങ്കിൽ നമുക്ക് ചില പ്രത്യേക സമയങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ക്യാമറ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും നമുക്കിതിനകത്തുണ്ട്. അത്തരത്തിലുള്ള പ്രൈവസി ഫീച്ചറുകളും ഈ ഒരു ക്യാമറയോടും നൽകിയിട്ടുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ള നിരവധി CCTV ക്യാമറകൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ക്യാമറയിൽ നിന്നൊക്കെ ഉള്ള ഒരു വ്യത്യാസം ഇതിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി മികച്ചതാണ്. 1080pയിലുള്ള വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് ഇതിൽ നിന്ന് കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് നേരത്തെ 2 ടൈപ്പ് മോട്ടോർ വഴി ഈ ഒരു ക്യാമറ ഭാഗം 2 രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് ഈ ക്യാമറ ഇരിക്കുന്ന ഭാഗത്ത് യാതൊരുവിധ സൗണ്ടും കേൾക്കില്ല. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന വേറെ ചില CCTV ക്യാമറകളുണ്ട്. അത് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്ന സൗണ്ട് നല്ലപോലെ അറിയാൻ സാധിക്കും. നമ്മളിത് വീടിൻ്റെ മുറ്റത്ത്, വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ രാത്രി ഒരു മോഷ്ടാവ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയെന്നിരിക്കട്ടെ, ആ മോഷ്ടാവ് നടക്കുന്നതനുസരിച്ച് ഈ ക്യാമറ ഡിറ്റക്റ്റ് ചെയ്ത് ഈ ക്യാമറ അതനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പുള്ളിയെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നുള്ള സൗണ്ട് മോഷ്ടാവ് കേൾക്കുകയാണെങ്കിൽ പുള്ളിക്ക് എപ്പോഴും ഓടി രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഒരു ഇതിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊരു സൗണ്ടും അതുപോലെ പുറത്തേക്ക് വരുത്തില്ല എന്നും ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ ഈ ഒരു ക്യാമറയിലുള്ള മറ്റൊരു ഫീച്ചറാണ് ഇൻബിൽറ്റ് വൈഫൈ എക്സ്റ്റൻഡർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ക്യാമറ ഒരു സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെക്കുന്നു എന്നിരിക്കട്ടെ. ഒരു വലിയ സ്കൂളാകുമ്പോൾ ഈ ഒരു ഒറ്റ ക്യാമറ മാത്രം പോരെ അല്ലേ, പല ഭാഗങ്ങളിലേക്ക് പല ക്യാമറകൾ വെക്കണം. അപ്പോൾ ഈ ഓരോ ക്യാമറയും പ്രവർത്തിക്കാൻ വൈഫൈ അത്യാവശ്യമാണ്. പക്ഷേ ഓഫീസ് റൂമിലായിരിക്കും ഒരു പക്ഷേ വൈഫൈ ഇരിക്കുന്നത്. ആ ഓഫീസ് റൂമിലെ വൈഫൈ കണക്ഷൻ്റെ പരിധിക്കുള്ളിൽ ആദ്യത്തെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ നിന്ന് ഈ ക്യാമറ ഉപയോഗിക്കുന്ന വൈഫൈ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത ദൂരത്തിലിരിക്കുന്ന ക്യാമറയിലേക്ക് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യും. അത്തരത്തിലൊരു ഇൻബിൽറ്റ് വൈഫൈ എക്സ്റ്റെൻഡർ ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. അതൊരു മികച്ച ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ദൂരെ പല ക്യാമറകൾ വെച്ചാൽ നമ്മുടെ ഓഫീസിലിരിക്കുന്ന ഒരൊറ്റ വൈഫൈ മതി. ഈ ഓരോ ക്യാമറകളും ഓരോ വൈഫൈ എക്സ്റ്റെൻഡറായിട്ട് സമീപത്തിരിക്കുന്ന മറ്റ് ക്യാമറകൾക്കുള്ള വൈഫൈ ഈ ക്യാമറയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകും. അതൊരു നല്ല ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ ഒരു ക്യാമറയോടൊപ്പം ഇതിൻ്റെ ബോക്സിൽ കുറച്ച് സ്റ്റിക്കറുകൾ നൽകിയിട്ടുണ്ട്. അത്തരം സ്റ്റിക്കറുകൾ നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഈ ഭാഗങ്ങൾ ഒട്ടിച്ച് ഇത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ലുക്കിലേക്ക് മാറ്റാനുള്ള ഒരു ഫീച്ചറും റിയൽമി ഇത്തരത്തിൽ ഈ ഒരു ക്യാമറയോടൊപ്പം നൽകിയിട്ടുണ്ട്. അതൊന്നും സാധാരണ ഇത്തരം CCTV ക്യാമറകളോടൊപ്പം കാണാത്ത ചില ഓപ്ഷനുകളാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ ക്യാമറ നമുക്ക് 2 രീതിയിൽ പ്ലേസ് ചെയ്യാം. ഒന്നുകിൽ ടേബിളിൻ്റെ പുറത്ത് ഇതുപോലെ പ്ലേസ് ചെയ്യാം, അതല്ലെങ്കിൽ റൂഫിൽ നമുക്ക് ഈ രീതിയിൽ ക്ലാമ്പ് ചെയ്ത് മുകളിൽ പിടിപ്പിക്കുകയും ചെയ്യാം. അതിനായിട്ടാണ് ഇതിൻ്റെ ബോക്സിനോടൊപ്പം ചില പ്രത്യേക ക്ലാമ്പുകളും സ്ക്രൂകളും എല്ലാം റിയൽമി നൽകിയിട്ടുമുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ക്യാമറ എങ്ങനെയാണ് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് പറയാം. റിയൽമിയുടെ സ്വന്തം ആപ്ലിക്കേഷനായിട്ടുള്ള റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ക്യാമറ പവർ സപ്ലൈ കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിച്ചാണ് ഈ ഫോണും ഈ ഒരു ക്യാമറയുമായിട്ട് ആദ്യം പെയർ ചെയ്യേണ്ടത്. അത്തരത്തിൽ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓർക്കുക, ഈ ക്യാമറ വെച്ചിരിക്കുന്ന ഭാഗത്ത് വൈഫൈയിൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണുമായിട്ട് നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മുടെ ഫോണിൽ കണ്ടുകൊണ്ടേയിരിക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എപ്പോഴും ഈ ഒരു ക്യാമറയിലേക്ക് പവർ സപ്ലൈ നൽകിക്കൊണ്ടിരിക്കണം, അല്ലാതെ ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ പവർ സപ്ലൈയും വൈഫൈയും കണ്ടിന്യൂസ് ആയി നൽകിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് ലഭിക്കുകയുള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ക്യാമറ. വെറും 190 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ കളറിലാണ് ഈ ഒരു ക്യാമറ ലഭിക്കുന്നത്. ഈ കാണുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് കളറിലെ ക്യാമറയാണ് റിയൽമി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തതായിട്ട് റിയൽമി സ്മാർട്ട് ക്യാമിൻ്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെ ആക്സസറീസാണ് റിയൽമി നൽകുന്നതെന്ന് പരിശോധിക്കാം. ഇതിൻ്റെ കുറച്ച് സ്റ്റിക്കറുകൾ, അതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ റിയൽമി ഒരു പ്രോഡക്റ്റിനോടൊപ്പം ഇതുപോലെ നൽകുന്നത്. റിയൽമി വൈഫൈ സ്മാർട്ട് ക്യാമറ 360 ഡിഗ്രി, അതിൻ്റെ ഒരു യൂസർ മാനുവലാണിത്. പിന്നെ ഒരു സ്റ്റിക്കർ, നമുക്കിത് പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ നൽകുന്ന ഒരു സ്റ്റിക്കർ. ഈ ഒരു ക്യാമറയിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന മൈക്രോ USB കേബിൾ, ഒരു 5 ആംപിയറിൻ്റെ ഒരു സാധാരണ പവർ അഡാപ്റ്റർ ഈ ക്യാമറയ്ക്ക് പവർ സപ്ലൈ നൽകുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ ക്യാമറ എവിടെയെങ്കിലും ക്ലാമ്പ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു 2 സ്ക്രൂവും അതിൻ്റെ ക്ലാമ്പും എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വരുന്ന ഒരു ഫെസ്റ്റീവ് സീസണിൽ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ എന്ന നിലയിൽ ഇപ്പോൾ റിയൽമി ഈ ഒരു ക്യാമറ വിൽക്കുന്നത് 2599 രൂപയ്ക്കാണ്. എനിക്ക് ഈ ഒരു ക്യാമറ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ നിരവധി ഇത്തരത്തിൽ CCTV ക്യാമറകൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുന്നു. ഉദാഹരണത്തിന് ബ്ലിറ്റ്സ് വോൾഫ് എന്നൊക്കെ പറയുന്ന ക്യാമറകൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കാണാത്ത ചില അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിൽ കാണുന്നതിൻ്റെ ക്യാമറ ക്വാളിറ്റി മികച്ചത് തന്നെയാണ്. അതുപോലെ ഒരു കണക്ടിവിറ്റിയുടെ ഒരു പ്രശ്നം ചിലപ്പോൾ ചില CCTV ക്യാമറകൾ വരാറുണ്ട്. നെറ്റ്
ഒരല്പം സ്ലോ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണും ഈ ക്യാമറയും നമ്മളൊരു കണക്ടിവിറ്റിക്ക് ഇഷ്യൂസ് പലപ്പോഴും വരാറുണ്ട്. പക്ഷേ അതൊന്നും ഈ ഒരു ക്യാമറയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കൃത്യമായിട്ട് നൈറ്റ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. പെർഫെക്റ്റ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ പ്രോഡക്റ്റുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും വിശേഷങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബിൻ്റെ ഒരു നോട്ടിഫിക്കേഷനായി മലയാളത്തിൽ ലഭിക്കാൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.